ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ബി ടു ജീസസ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട കാർമൽ റൂഹ മിനിസ്ട്രി കുടുംബാംഗങ്ങളെ, ഇന്നിപ്പോൾ കൗൺസിലിങ്ങിന് വന്ന ഒരു കുടുംബമാണ്. അമ്മയും മിഖായേലിൻ്റെ പേരിട്ട മിഖ റോസ് എന്ന മോളും ആണ് സിസിൻ്റെ അടുത്ത് നിൽക്കുന്നത്. സിസിൻ്റെ സ്വരം എന്തായാലും ഈ മോൾക്ക് തിരിച്ചറിയാൻ പറ്റും. കാരണം ഇവള് 4 മാസമായിരിക്കുമ്പോൾ സിസിൻ്റെ അവിടെ ധ്യാനത്തിന് വന്നു. അന്ന് ഒരുപാട് മക്കൾ ധ്യാനത്തിന് വന്നതുകൊണ്ട് ഈ കുടുംബത്തിന് കൗൺസിലിംഗ് കിട്ടിയില്ല. അങ്ങനെ ഒരു സങ്കടത്തോട് കൂടിയിട്ടാണ് അവർ തിരിച്ചു പോയത്. 4 മാസം കഴിഞ്ഞ് കുട്ടിയെ സ്കാൻ ചെയ്തപ്പോഴാണ് ലങ്സ് മുഴുവനും വെള്ളം നിറഞ്ഞിട്ടും അതുപോലെ ഹാർട്ട് ബീറ്റില്ല, ഹാർട്ട് അടിക്കണില്ല. അങ്ങനെ കുറേ സ്കാൻ മുഴുവനും കൊച്ചിനെ കളയണം എന്നുള്ളത് പല സ്ഥലങ്ങളിൽ ചെന്നപ്പോഴും അവർ കളയണം എന്ന് പറഞ്ഞു. അതുപോലെ ഒരുപാട് ഡോക്ടേഴ്സ് ഇങ്ങനെ പറയുമ്പോഴും കുട്ടിക്ക് കാട്ടില്ല, ഈ കുട്ടി ജനിക്കാതിരിക്കുന്നതാണ് ഭേദം എന്നൊക്കെ പറയുമ്പോഴും ഓരോ സ്കാന് പോകുമ്പോൾ സിസ്റ്റർ പറഞ്ഞിരുന്നു, ലൂക്ക 1:37, സങ്കീർത്തനങ്ങൾ 127:3 നിങ്ങൾ 1000 വട്ടം എഴുതാം. അപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ അമ്മ സ്കാനിങ്ങിന് പോകുമ്പോഴൊക്കെ ഇരുന്ന് വചനം എഴുതി. വചനം ശക്തി, ദൈവവചനത്തിൻ്റെ ശക്തിയാണ് നമ്മൾ ഈ ഉണ്ണിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത്, മിക്കയുടെ മുഖത്തേക്ക്. ഇനി ബാക്കിയുള്ളത് അമ്മ, ഈ മകളുടെ അമ്മ സാക്ഷ്യം പറയുന്നതായിരിക്കും. ശിമിഷിയാക്കി സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സീന, സ്ഥലം പുതുക്കാട്. ഞാൻ എൻ്റെ 3ാമത്തെ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള സാക്ഷ്യം പറയാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. എൻ്റെ മൂന്നാമത്തെ എൻ്റെ കുഞ്ഞിനെ ഞാൻ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് 5ാം മാസത്തിലെ സ്കാനിങ്ങിൽ അനോമലി സ്കാൻ ചെയ്തപ്പോൾ ആ സ്കാനിങ്ങിൽ അവൾക്ക് ഹാർട്ടിന് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് പറഞ്ഞിരുന്നത്. ഹാർട്ട് ബീറ്റ് ഇല്ല, അതുപോലെ തന്നെ ഹാർട്ടിന് 4 അറകൾ, കുഞ്ഞിന് വേണ്ട ഒരു സ്ഥലത്ത് 2 അറകൾ മാത്രമേ സ്കാനിങ്ങിൽ കാണുന്നുള്ളൂ. ഈ ഹാർട്ടിൻ്റെ പമ്പിങ് കറക്റ്റ് അല്ലാത്തത് കാരണം കൊണ്ട് ലെൻസിൽ ഫുള്ളും ഫ്ലൂയിഡ് നിറഞ്ഞിരിക്കുകയാണ്. കുട്ടിക്ക് ശ്വസിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. അപ്പോൾ റിപ്പോർട്ട് കണ്ടപ്പോൾ ഞാൻ കണ്ടിരുന്നത് ഡോക്ടർ ആൾ പറഞ്ഞു, നമുക്ക് ഈ കുട്ടീനെ കിട്ടിയിട്ട് കാര്യമില്ല, ഉള്ളിൽ വെച്ച് തന്നെ പോവാം, അല്ലെങ്കിൽ പുറത്ത് കിട്ടിയാലും നമുക്കിതിൽ പ്രത്യേകിച്ച് മരുന്നുകൾ ചികിത്സകളൊന്നും തന്നെ ഇല്ല. അപ്പം നിങ്ങൾ എന്താണ് ഇങ്ങനെ തീരുമാനിച്ചു എന്ന് പറഞ്ഞിട്ടൊരു റിപ്പോർട്ടാണ് ആ ഡോക്ടർ ഞങ്ങൾ പറഞ്ഞത്. പക്ഷേ ഞാൻ അതിക്ക് മുപ്പാട് സിസ്റ്ററിൻ്റെ ധ്യാനം കൂടിയപ്പോൾ സിസ്റ്റർ പറഞ്ഞൊരു വചനത്തിൽ ഞാൻ ഉറച്ചങ്ങോട്ട് വിശ്വസിച്ചു. ഞാൻ ആ ഡോക്ടർ വേറൊരു ഡോക്ടർക്ക് ഞങ്ങൾക്ക് സ്കാനിങ്ങും ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് എഴുതി. ഇത് തീരുമാനം എടുക്കുന്നതിന് മുന്നേ നിങ്ങൾ മറ്റൊരു ഡോക്ടറും കൂടി കണ്ടോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വേറൊരു ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ചെന്ന് സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് കണ്ട വഴിക്ക് ആ ഡോക്ടറും പറഞ്ഞു, ഇത് 2ാമതൊരു സ്കാനിങ് ചെയ്യേണ്ട ആവശ്യമില്ല, ഈ കുട്ടീനെ കിട്ടാൻ ചാൻസ് കുറവാണെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ നിന്ന് ഞാൻ കളയില്ല എന്നുള്ള ഒറ്റ തീരുമാനത്തിൽ അവിടെ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് ഞാൻ കാർമൽ സിസ്റ്ററിൻ്റെ കാര്യം ഓർക്കുന്നത്. അപ്പോൾ തന്നെ ഞാൻ സിസ്റ്ററിനെ വിളിക്കാൻ ശ്രമിച്ചു. പക്ഷേ സിസ്റ്ററിനെ വിളിച്ചാൽ കിട്ടാത്തത് കാരണം കൊണ്ട് സിസ്റ്ററിൻ്റെ ഇവിടെ ഒരു ബ്രദറെയാണ് ഞാൻ വിളിച്ചപ്പോൾ എനിക്ക് കിട്ടിയത്. അപ്പോൾ ആ ബ്രദറിനോട് ഞാൻ കാര്യം പറഞ്ഞപ്പോൾ സിസ്റ്ററിനോട് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്ററിനോട് പറഞ്ഞ് അപ്പോൾ തന്നെ ബ്രദർ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, സിസ്റ്റർ പറയണത് ഫിൻഡോ ഡോക്ടറെ കാണിക്കാനാണ്. നമ്മൾ കുഴിക്കാട്ടുശ്ശേരി ഫിൻഡോ ഡോക്ടറിനെ പലപ്പോഴും ഞാൻ പറയാറുണ്ട്, 1% ഉണ്ടെങ്കിൽ ആ കുഞ്ഞിന് ജീവൻ കിട്ടാൻ വേണ്ടിയുള്ള എല്ലാ പ്രാർത്ഥനകളും മറിയം ത്രേസ്യമ്മയെ പ്രത്യേകം ഓർക്കുന്നു. കുഴിക്കാട്ടുശ്ശേരിയിലെ ആ ഡോക്ടറെ അടുത്തേക്ക് സിസ്റ്റർ പലപ്പോഴും റെഫർ ചെയ്തിട്ട് ഒരുപാട് കുഞ്ഞുങ്ങളെ ഞാൻ പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ ഞാൻ ഈ ഡോക്ടറെ കാണാൻ പോണേക്കാളും മുന്നേ തന്നെ മോൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ലൂക്ക 1:37 എന്നൊരു വചനം ഏറ്റവും വലിയ ശക്തിയുള്ള വചനമാണ്. ഞാൻ ഡോക്ടറെ കണ്ടുവരുന്ന വരയ്ക്ക് അവിടെ ഡോക്ടർ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു മറുപടി പറയാൻ വേണ്ടിയിട്ട് എൻ്റെ മോനെ എഴുതുന്ന ആ വചനം എഴുതണമെന്ന് പറഞ്ഞു. സാധിക്കുന്ന അത്ര ഞാൻ തിരിച്ചു വരുന്നവരെ എഴുതാൻ എൻ്റെ മൂത്ത മോനോട് പറഞ്ഞു. അപ്പോൾ അവൻ ആ വചനം അവിടെ ഇരുന്ന് എഴുതി. ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പോയി. ഞങ്ങൾ തിരിച്ചു വരുമ്പോഴേക്കും അവൻ 400ഓളം വചനം അവിടെ ഇരുന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളത് ഞാൻ എഴുതാമെന്നും പറഞ്ഞു. അങ്ങനെ അവൻ എഴുതി. ഞങ്ങൾ ഡോക്ടറെ കാണാൻ ചെന്നു. ഡോക്ടറെ കാണാൻ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് തന്നെയാണ്, 99% കുഞ്ഞിനെ കിട്ടാൻ പാടാണ്, പക്ഷേ നമ്മൾ കുഞ്ഞിനെ കളയരുത്, ബാക്കി 1% ഉണ്ട്, ആ 1% ദൈവത്തിൽ വിശ്വസിക്കാൻ പറഞ്ഞ ഡോക്ടർ ഞങ്ങൾ വിട്ടു. അങ്ങനെ 1 മാസത്തേക്ക് ആൾ ഒരു മരുന്നും തന്ന് വിട്ടു. 1 മാസത്തേക്കുള്ള സ്കാനിങ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു വിട്ടു. അങ്ങനെ 1 മാസം ഞാൻ ഉണ്ണിയെ സമർപ്പിച്ചിട്ട്, എനിക്കറിയില്ല ഉണ്ണിയുടെ മുഖം അറിയില്ല, ഉണ്ണി എന്ത് കുട്ടിയാണ് ഒന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഉണ്ണിനെ സമർപ്പിച്ച് വിശ്വാസ പ്രമാണം 2 നേരം മുട്ടുമേൽ നിന്ന് കൈ വിരിച്ച് ചൊല്ലി, അതുപോലെ തന്നെ അന്നാവെള്ളവും ഒലിവ് ഓയിലൊക്കെ ഞാൻ വയറിൽ കുരിശടയാളം വരച്ച് പ്രാർത്ഥിച്ചു. ഉണ്ണിയുടെ മുഖം സങ്കല്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. 1 മാസം കറക്റ്റ് ആയിട്ട് സ്കാൻ ചെയ്തു. സ്കാനിങ്ങിന് ഈ റിപ്പോർട്ടും കൊണ്ട് ചെന്ന് സ്കാൻ ചെയ്തപ്പോൾ സ്കാനിങ് വേറൊരു സ്ഥലത്താണ് ഞങ്ങൾ ചെയ്തത്, വേറൊരു ഡോക്ടറായിരുന്നു. അപ്പോൾ ആ ഡോക്ടർ ഈ സ്കാനിങ് കണ്ടിട്ട് പറഞ്ഞു, അതിൽ കാണുന്ന ഒരു കംപ്ലയിൻറ്റ് ഞാൻ ഇതിൽ കാണാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ അപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു, സ്കാനിങ് തെറ്റിയതാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വരാൻ വഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുന്നത്തെ സ്കാനിങ്ങിൽ എല്ലാം വിശദമായിട്ട് കളറോട് കൂടിയാണ് കാണിക്കുന്നത്. അതായത് കുട്ടിയുടെ ലെൻസിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്നതും ഫ്ലൂയിഡ് നിറഞ്ഞു നിൽക്കുന്നതും
അതുപോലെ ഹാർട്ടിൻ്റെ ഇതൊന്നും കറക്റ്റായിട്ട് എല്ലാം കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ സ്കാനിങ്ങിൽ അവളെ ഹാർട്ടിന് കുഞ്ഞിൻ്റെ ഹാർട്ടിന് യാതൊരു കുഴപ്പമില്ല, ലെൻസിൽ വെള്ളം വറ്റി വരുന്നൊരു പടാണ് കാണിക്കണേന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ കഴിഞ്ഞ സ്കാനിങ്ങിലത്തെ ഒരു ഇതും ഈ കുഞ്ഞിനില്ല എന്ന് പറഞ്ഞു. ഞങ്ങളപ്പോൾ തന്നെ ആ സ്കാനിങ് കൊണ്ട് പിന്നെ ഡോക്ടറെ അടുത്ത് ചെന്നു. അവിടെ ചെന്ന് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഡോക്ടർ ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്തു. അപ്പോൾ ഹാർട്ട് ഭയങ്കരമായിട്ടാണ് അടിച്ചത്. കാരണം ഹാർട്ട് കുറഞ്ഞു പോയി, ഉള്ളിൽ വെച്ചിട്ട് തന്നെ കുഞ്ഞ് പൂന്ന് പറഞ്ഞതായിരുന്നു. ആ കുഞ്ഞിൻ്റെ ഹാർട്ട് അത്രയും ശക്തിയിലാണ് അടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സ്കാനിങ് നടന്ന മാസം എന്ന് പറയുന്നത് ജൂൺ മാസമായിരുന്നു. അപ്പം നമ്മുടെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ പ്രതിഷ്ഠയും ഈശോയുടെ തിരുഹൃദയ പ്രതിഷ്ഠ നടക്കുന്ന ജൂൺ മാസം. ആ മാസം ഞാൻ ഈശോയോട് സമ്മാനമായിട്ട് ചോദിച്ചത് അത് നിങ്ങളുടെ രണ്ടുപേരുടെയും തിരുഹൃദയം എൻ്റെ കുഞ്ഞിന് കൊടുത്തിട്ട് ഈശോയുടെ തിരർത്ഥം കൊണ്ട് അവളെ കഴുകണേ, വിശദീകരിക്കണേ, തിരർത്ഥം കൊണ്ട് തെളിക്കണേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ആ ഹൃദയം കൊടുത്ത എൻ്റെ മോളെ നിർമ്മലമായിട്ട് എനിക്കൊരു കുഴപ്പമില്ലാണ്ട് തരാണെങ്കിൽ അവളൊരു ചെറുവിരലിൽ പോലും ഒരു കുഴപ്പമില്ലാണ്ട് തരണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ സ്കാനിന് ഒരു കുഴപ്പമില്ല എന്നുള്ള റിസൾട്ട് കിട്ടി. തുടർന്ന് ഞങ്ങൾ പോയി. അതുപോലെ തന്നെ 9 മാസം അവിടെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പ്രസവിക്കാൻ പോണതിൻ്റെ തലേദിവസം വരയ്ക്കും ഞാൻ ഈ വചനം ചൊല്ലി പ്രാർത്ഥിച്ചു. 1000 വട്ടം എഴുതി. ഈ സ്കാനിങ്ങിൽ നല്ലൊരു റിസൾട്ട് തന്നതിന് ഞാൻ ഹല്ലേലൂയ നന്ദി പറഞ്ഞ് വീണ്ടും 1000 വട്ടം എഴുതി. അതുപോലെ തന്നെ 9 മാസം വരയ്ക്കും വിശ്വാസപ്രമാണം 2 നേരം കൈവിരിച്ച് മുടങ്ങാണ്ട് ചൊല്ലി കുരിശടയാളം വരച്ച് പ്രാർത്ഥിച്ചു. അവളെ എനിക്ക് പൂർണ്ണ ആരോഗ്യത്തോടു കൂടി കിട്ടി. വചനത്തിന്റെ കൈയടിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. പ്രിയപ്പെട്ടവരെ, സ്കാനും ശാസ്ത്രത്തെക്കാൾ വലുത് ദൈവവചനം മരുന്നോ ലേപന ഔഷധമോ അല്ല. ജ്ഞാനം 16:10 അങ്ങയുടെ മക്കളെ വകവരുത്താൻ വിഷസർപ്പത്തിന്റെ പല്ലിന് കഴിഞ്ഞില്ല, അങ്ങയുടെ കാരുണ്യം രക്ഷയ്ക്കെത്തി അവരെ സുഖപ്പെടുത്തി. എന്നും അവർ സാക്ഷ്യം പറയാനായിട്ട് ഒരുങ്ങും. എന്തെങ്കിലും തടസ്സങ്ങളുണ്ടാവും. ഒന്നുമില്ലെങ്കിൽ ഈ മകൾക്ക് തന്നെ പല രോഗങ്ങൾ വരും. അവസാനം അവർ തീരുമാനിച്ചു ബുധനാഴ്ച കൗൺസിലിംഗ് ദിവസം ഇവിടെ വന്ന് ആദ്യത്തെ ഒഴിവുപാടത്തേക്ക് പോയി. പിന്നെ വീണ്ടും അന്വേഷിച്ച് അവരിവിടെ വന്ന് സാക്ഷ്യം പറയും. ഈശോയോട് സാക്ഷ്യം പറയാണ്. സിസ്റ്റർ, പല അത്ഭുതങ്ങൾ, വിടുതലുകൾ, രോഗസൗഖ്യങ്ങൾ, മാനസാന്തരങ്ങൾ, സാക്ഷ്യത്തിന് പ്രാധാന്യം കൊടുക്കാത്തത് എല്ലാ മഹത്വവും ഉപരി യേശുവിന് മാത്രം, യേശുവിന് മാത്രം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സാക്ഷ്യങ്ങൾ അധികം ഇടാത്തത്. സാക്ഷ്യം ഒന്നും ഇടാൻ സിസ്റ്റർ ആഗ്രഹിക്കണില്ല. കാരണം എല്ലാ മഹത്വവും യേശുവിന്. നമുക്ക് മാനുഷികമായിട്ടുള്ള ഒരു ഇതിലും നമ്മൾ തങ്ങി നിൽക്കുന്നില്ല. സ്വർഗത്തിലാണ് യേശുവിന് മഹത്വം. യേശു ഏകലോക രക്ഷകൻ. രക്ഷയ്ക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഉടൻ മറുപടി നമുക്ക് ഉറപ്പാണ്. അങ്ങനെയുള്ള ഒരു കുഴപ്പമില്ലാത്ത ലങ്സ് നിറച്ച് വെള്ളം, 4 മാസമൊക്കെ ലങ്സ് നിറച്ച് കുഞ്ഞിൻ്റെ വെള്ളം കാർട്ടി ഒരു തൈ പോലെ അടിക്കണില്ല എന്ന് പറയുമ്പോൾ ഒരു അമ്മയുടെ വേദനയും പ്രാർത്ഥനയും സ്വർഗത്തിലേക്ക് ഉയർന്നി സ്വർഗം കണ്ടു. അതുകൊണ്ട് തന്നെ അന്ന് കണ്ട എല്ലാ ഡോക്ടേഴ്സും കുഞ്ഞിനെ അത്ഭുത ശിശു എന്നാണ് വിളിക്കുന്നത്. അത്ഭുത കുഞ്ഞ്. സിസ്റ്റർ വിളിക്കുക വചന കുഞ്ഞ്. വീട്ടിലെല്ലാവരും വചനം എഴുതാണ് കുഞ്ഞിന് വേണ്ടി. എല്ലാവരുടെ വിശ്വാസം വർദ്ധിക്കുന്നു. ഇത് ഞങ്ങൾ സാക്ഷ്യം പറയുന്നത് എന്തെങ്കിലും ഒരു നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി കുഞ്ഞുങ്ങളെ അബോർഷൻ ചെയ്ത് കളയുന്ന എല്ലാ ദമ്പതികൾക്കും വേണ്ടിയാണ് ഈ കുഞ്ഞിനെ ഇപ്പോൾ സിസ്റ്റർ വെളിപ്പെടുത്തുന്നത്. കർത്താവിന് മഹത്വവും അതുപോലെ ഈ കുടുംബത്തെ ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇവരുടെ എല്ലാ കാര്യങ്ങളും സാധിപ്പിച്ച് കിട്ടട്ടെ. ഇതാ കർത്താവിൻ്റെ കുരിശ്. നരകശക്തികളെ ഓടിപ്പോകുവിൻ, കരയാതിരിക്കൂ. യൂദാ വംശത്തിൽ നിന്നുള്ള സിംഹവും ദാവീദിന്റെ വേരുമായവൻ വിജയിച്ചിരിക്കുന്നു. വെളിപാട് 5:5. ആമേൻ. രണ്ട് സാക്ഷ്യം പറയട്ടെ.